ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അർബഅത്തും മിൻ കൻസി ദുനിയാ. സ്വഹാബത്തെ ഈ ദുനിയാവിലെ 4 നിധികളുണ്ട് സ്വഹാബ. ആ നിധികൾ ഒരുമിച്ച് കൂട്ടിയവൻ രക്ഷപ്പെട്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ 4 നിധികളും ഒരുമിച്ച് കൂട്ടിയ സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീനൊരു കട്ടി പോരല്ലോ. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ഉറക്കം പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലാദ്യമായി പറയുന്നത് ലിസാനുദ്ദാകിർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതായ, അല്ലാഹുവിനെ സ്മരിക്കുന്നതായ, അല്ലാഹുവിനെ ഓർക്കുന്നതായ നാവാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് ഒരു മനുഷ്യനുണ്ടോ, അവൻ ഈ ദുനിയാവിലെ നിധി അവൻ്റെ കയ്യിൽ ഒന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ കയ്യിൽ അതുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു കുല്ല യൗമിൻ 100 മർറ ഔ 70 മർറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും എല്ലാ രാവുകളും അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ആയി ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഉന്നതനായ റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. ഇതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഈ രാവിലെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടതും അതാണ്. കാരണം ജനങ്ങൾ മുഴുവൻ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പലരും കുപ്പി വാങ്ങി വെച്ചിരിക്കുന്നു, പൊട്ടിക്കാൻ റെഡിയായി നിൽക്കുന്നു. 12 മണിയാകുമ്പോൾ പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നു. ഒക്കെ റെഡിയൊക്കെ ഇങ്ങനെ വെക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചെല്ലുക. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നു ചേർന്നവർക്ക് വലിയ ഖൈറാൻ. അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഉന്നതനായ റബ്ബിനോട് ഞാനിതാ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്നുള്ള പദം അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം 100 പ്രാവശ്യം പറയുമായിരുന്നു അത്രേ. നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? വേണ്ട, ഇന്ന് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? ചിന്തിക്ക്. നമ്മളൊരു സദസ്സിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കുറേ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള അമലുണ്ടാവണം. അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് കിട്ടേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാദ്യമായി പറഞ്ഞു തരാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഭയങ്കര ദിക്റാണ്, ചെറിയ ദിക്റല്ല. استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടണേ. ആ റബ്ബിനെ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളരുതേ. നമസ്കരിക്കാൻ അവരോട് പറഞ്ഞപ്പോ
റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിംബാരാധകരായി നിലകൊള്ളുന്നതാകുന്ന സമൂഹമാണ്. അവരോടായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു ഇതാ പുറത്തു തരാൻ പോയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലയോ സമൂഹമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കടന്നു വരണേ. ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു തരുന്നവനാണ്. എത്ര പാപമംഗുലമാകുന്ന കരങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാലും, എത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സദസ്സിലേക്ക് ഔസിയയുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിലേക്ക് 2017 വിട ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, കള്ളു കുടിച്ചവരില്ലയോ, വ്യഭിചരിച്ചവരില്ലയോ, പലിശയുമായി ബന്ധപ്പെട്ടവരില്ലയോ, ഹറാമ് ഭുജിച്ചവരില്ലയോ, സിനിമ കണ്ടവരില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നവരില്ലയോ, അശ്ലീലതയിൽ ലോകത്തേക്ക് WWE അടിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിലേക്ക് കണ്ണുകളെ പായിച്ചവരില്ലയോ. തൗബ ചെയ്യണേ. ഇതാ നിങ്ങൾക്കൊരു പുതുവർഷ പുലരെ കടന്നു വരുമ്പോ നിങ്ങളുടെ മുന്നിൽ അല്ലാഹു പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടണേ. ഇന്നഹു കാന ഗഫാറാ. എത്ര വല്ല തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി അല്ലാഹുവിന്റെ പാവം പുറത്തു കൊടുക്കുന്നവനാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണ് സഹോദരാ? തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണ് പെണ്ണെ? കുല്ലു ബനി ആദമ ഖത്താ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലയോ, ആദം സന്തതികൾ മുഴുവന് തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്തതാകുന്ന മനുഷ്യരില്ല. അറിയാതെ സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും ചെയ്യുന്നതാകുന്ന സമൂഹമേ, ഈ രാവിലെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരയണേ. അല്ലാഹുവേ, എന്റെ 2 നയനങ്ങൾ കൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട്. അന്യ പുരുഷനുമായി സംസർഗം പുലർത്തിയിട്ടുണ്ട് റബ്ബേ. അവനുമായി സംസാരിച്ചിട്ടുണ്ട്. അവന്റെ കൈകളിലേക്ക് എൻ്റെ കൈ അറിയാതെ ചെന്നിട്ടുണ്ട്. എൻ്റെ വാപ്പയറിയാതെ, ഉമ്മ അറിയാതെ എത്രയോ രാവുകൾ ഞാൻ തെറ്റുകൾ വ്യാപൃതരായിട്ടുണ്ട്. നിന്നിലേക്ക് ഞാനിതാ പൊറുക്കലിനെ തേടുകയാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഈ ഔസിയ നഗറിൽ വെച്ചുകൊണ്ട് ഞാനിതാ നിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരയുന്നു. നീ ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു പാപം പുറത്തു തരുമേ. തീർന്നില്ല. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്. സൂറത്തുൻ നൂഹിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഖുർആൻ ഓതാൻ അറിയുന്നവരെ, പഠിക്കുന്നവരെ, ഖുർആനുമായി ബന്ധം പുലർത്തുന്ന മുസ്ലിമേ, ആ ഖുർആൻ ഒന്നെടുക്കണേ, ഓതി നോക്കണേ. സൂറത്തുൻ നൂഹിലൂടെ തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനവന്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതാണ് തൗബ. അവൻ തൗബയെ പുതുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, തൗബ ചെയ്യുന്നവന്റെ തൗബയെ അല്ലാഹു പാപത്തെ പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. നാട്ടിൽ മഴയില്ല എന്ന് പറയുന്ന സമൂഹമേ, നിങ്ങൾക്കിതാ സുന്ദരമായ മഴയെ അല്ലാഹു നൽകുമത്രേ. മഴയില്ലാതെ വിഷമിക്കുമ്പോ, മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നു കൊണ്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലാം മുസ്ലിമേ. നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിയുമോ? നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയുമോ? അല്ലാഹുവിനെ ഓർക്കാൻ കഴിയുമോ? തട്ടമിട്ടതാകുന്ന സുന്ദരികളാകുന്ന സഹോദരിമാരെ, വീടിന്റെ അകത്തലങ്ങൾ കയറി നിന്റെ ഔറത്തുകൾ മറച്ച്, നിന്റെ നഗ്നതകൾ മറച്ച്, പരപുരുഷന്മാരെ കാണാതെ നമസ്കാര കുപ്പായമിട്ടുകൊണ്ട് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യ് പെണ്ണേ, ഇസ്തിഗ്ഫാർ ചൊല്ല് പെണ്ണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നതാണ്. ഖുർആൻ പറയുകയാണ്, മിദ്റാറാ.
ശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുമത്രേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല വയുംദിദുകും ബിഅംവാൽ ഉസ്താദേ എനിക്ക് സമ്പത്തില്ല, എൻ്റെ കച്ചവടം പ്രയാസമാണ്, നോട്ട് നിരോധനം മൂലം ഞാൻ പ്രയാസത്തിലാണ്, GST വന്നത് മുതൽ ഞാൻ ഇടങ്ങേറാണ്, എൻ്റെ കച്ചവടം നടക്കുന്നില്ല, റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് എനിക്കുള്ളത് ഉസ്താദേ, ഒരു കച്ചവടം പോലും നടക്കുന്നില്ല, എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിയിരിക്കുകയാ. പറയാൻ നിൽക്കു പൊന്നുമോനെ, ലിസാനുദ്ദാകിർ, നിന്റെ നാവ് കൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നീ തൗബ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇരുളിന്റെ മറവിലിരുന്നു കൊണ്ട് നീ ചൊല്ലിയാൽ യുംദിദുകും ബിഅംവാൽ, സമ്പത്ത് കൊണ്ട് നിന്നെ മൂടുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് കേവലം കുമ്മനം ഉസ്താദിന്റെ അധ്യാപനമല്ല, ഇതേതെങ്കിലും ഉലമാക്കളുടെ ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രക്കാരുടെ വാദമല്ല, ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുർആൻ പഠിക്കണേ, ഉൾക്കൊള്ളണേ, ഖുർആൻ ഓതി നോക്കണേ, ഖുർആനിലേക്കൊന്ന് കടന്നു വരണേ. ഇന്ന് നമ്മൾ ഖുർആൻ പഠിക്കാതെ ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പരിശുദ്ധമായ ഖുർആനിനെ മനോഹരമായ പൈന്തിട്ടുകൊണ്ട് ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ അകത്തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ, വീടിന്റെ അകത്തലങ്ങളിൽ TV സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ ഒന്ന് ഒതുവെടുത്തുകൊണ്ട് ഓതണേ പൊന്നുമോനെ. ഖുർആൻ പറയുകയാ, നിനക്ക് സമ്പത്തില്ലയോ പണമില്ലയോ, നിന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവനാണോ, പൊന്നുമോളെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിക്കോ, നിനക്ക് സമ്പത്താണ് വയുംദിദുകും ബിഅംവാൽ. തീർന്നില്ല ഖുർആൻ പറയുകയാണ്, ഒരുപക്ഷേ കാതുമുളച്ചു മുതൽ ഇന്ന് വരെ അസ്തഗ്ഫിറുല്ലാഹൽ അലീമിന്റെ മഹത്വം ഇത്രമേലുണ്ടെന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട ഗൗസിയയിലുള്ള സഹോദരങ്ങളെ, കരുമക്കാടുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ഖുർആനാണ്. കളവിന്റെ വചനമല്ല, കളവിലേക്ക് ചേർക്കപ്പെട്ടതല്ല, ഇത് ദൈവീയ ഗ്രന്ഥമാണ്, ഇത് പരിശുദ്ധ പ്രവാചകന്റെ മേൽ അയക്കപ്പെട്ട ദിവ്യ പ്രബോധനമാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അവന്റെ അടിമയാകുന്ന പ്രവാചകന്റെ തിരുകരങ്ങളിലേക്ക്, ആ പ്രവാചകനിലേക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ വള്ളി വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ ഖുർആൻ എന്നും നിലനിൽക്കുകയാണ്. ആ ഖുർആൻ തത്തുല്യമായി കൊണ്ടുവരാൻ ഇന്നും ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരാൾക്കും കഴിയാത്തതാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇതാ ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. പാതിരാത്രി സമയത്ത് 2017 വിട ചൊല്ലി പറഞ്ഞേക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത 2017 നമ്മൾ യാത്രയാക്കുന്നത് ഞാൻ എന്റെ പാപമോചനത്തിന് അർത്ഥിക്കുകയാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു പോയി അല്ലാ, 2017 ആണ്ടിൽ ചെയ്തു പോയി അല്ലാ, എൻ്റെ പാപങ്ങൾ നീ വിട്ടുപൊറുക്കണേ അല്ലാ. തീർന്നില്ല, നിനക്ക് വിശുദ്ധമായ ഖുർആൻ ഓഫർ നൽകുകയാണ്. നിനക്ക് മഴ വർഷിക്കുമെന്ന് മാത്രമല്ല, നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, നിനക്കിതാ സമ്പത്ത് കൊണ്ട് മൂടുമെന്ന് മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ വീണ്ടും നിനക്ക് നൽകുകയാണ്. മക്കളില്ല ഉസ്താദേ, ഏത് മക്ബറയിൽ പോണം ഉസ്താദേ, എവിടെ കോഴിമുട്ട കൊടുക്കണം ഉസ്താദേ എന്ന് ചോദിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ, ഇതാ ഖുർആൻ നിന്നോട് പറയുകയാണ്, നീ ഇതാ പള്ളിയുടെ അകത്തളങ്ങളിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ ശുദ്ധിയോട് കൂടിയിരുന്നു കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ വയുംദിദുകും ബിഅംവാൽ വബനീൻ, നിനക്കിതാ മക്കളെ അല്ലാഹു നൽകുകയാ. നീ മക്കളില്ലാ
കഴിയാതെ വിഷമിക്കുന്നവനല്ലയോ ആൺമക്കൾ ഇതാ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരന്മാരാകുന്ന ആൺമക്കളെ കൊണ്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിക്കുമത്രേ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. ഇതൊക്കെ ഖുർആനിലുള്ളപ്പോ എന്തിനാണ് മുസ്ലിമേ അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ജ്യോത്സ്യന്റെ സമീപത്തേക്ക് തട്ടമിട്ടതാകുന്ന സഹോദരിമാര് ചെന്നുകൊണ്ടവരുടെ ദേവാലയത്തിൽ ചെന്ന് അർച്ചന നടത്തുന്നവരില്ലയോ, പൂജയർപ്പിക്കുന്നവരില്ലയോ? ശർഅ് എതിർത്തതല്ലയോ? ശിർക്കല്ലയോ? അല്ലാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയ്ക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിമത്തെ നിന്റെ ആരാധന കർമ്മങ്ങളെ പൊളിക്കുന്നത്? തൗബ ചെയ്യണേ. എത്രയോ സഹോദരിമാരാണ് ജിന്നുമ്മമാരുടെ സവിധത്തിലേക്ക് പോയിട്ട് തന്റെ അമലുകളെ നിഷ്ഫലമാക്കുന്നവരില്ലയോ? പരിശുദ്ധ ഖുർആനിനെ വികലമായി ചിത്രീകരിക്കുന്ന മുറി മൂല്യാക്കന്മാരുടെ അടുക്കൽ പോയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കുന്നവരില്ലയോ? എനിക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞ് അവരുടെ കാല് തൊട്ട് വഴങ്ങുന്നവരില്ലയോ? ആൾ ദൈവങ്ങൾ ധാരാളമുള്ള ഈ കേരളത്തിൽ അവരുടെ കാല് തൊട്ട് പാല് കുടിക്കുന്നവരില്ലയോ? അവരുടെ കാലിലേക്ക് പാലൊഴിച്ചിട്ട് അവരുടെ പാലിൽ നിന്ന് ഒഴുകി വരുന്ന പാല് കുടിച്ചു തീർത്തുകൊണ്ട് മക്കളുണ്ടാകാൻ പരിശ്രമിക്കുന്ന മുസ്ലിമത്തെ എന്തിനാണ് നിന്റെ ഈമാന് പരപുരുഷന്മാരുടെ പരസ്ത്രീകളുടെ മുന്നിൽ അടിയറവ് വെക്കുന്നത്? ഖുർആൻ നിനക്ക് നൽകുകയാണ്. നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിനക്കിതാ സമ്പത്താണ്, നിനക്കിതാ മക്കളാണ്. തീർന്നില്ല. ഇതൊക്കെ നിനക്ക് ദുനിയാവിൽ നൽകുന്ന സൗഭാഗ്യമാണ്. വയജഅൽ ലക്കും ജന്നാത്ത്, നിനക്കിതാ സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് നിന്നെ ആനയിക്കുകയാണ്. കാരണം നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അല്ലാഹുവേ എൻ്റെ പാപം പൊറുക്കണേ എന്നുള്ള ദിക്റാണ്. ആ ദിക്ർ ഡെയിലി ആവർത്തിക്കുന്ന മനുഷ്യ അതിൻ്റെ ശ്രേഷ്ഠത ചെറുതല്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പോലും 100 പ്രാവശ്യം ഡെയിലി ചെല്ലയില്ലയോ? 100 അല്ല 1000 വട്ടമെങ്കിലും മുസ്ലിമേ മുഅ്മിനത്തെ നിന്റെ നാവിലുണ്ടാകേണ്ടതാകുന്ന പദമാണ്. നിനക്ക് മക്കളെ കിട്ടുകയാണ്, നിനക്കിതാ സമ്പത്ത് നൽകപ്പെടുകയാ, സ്വർഗമാണ് നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നത്. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗം നിനക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നീ അസ്ഥനായിരിക്കുമ്പോൾ, സ്വർഗസ്ഥനായി നീ നിലകൊള്ളുന്ന സമയത്ത് ഇതാ നിന്റെ കാൽ കീഴിലൂടെ നല്ല സുന്ദരമായ അരുവികളെ അല്ലാഹു നൽകുകയാണ്. നിനക്ക് സുന്ദരമായ കുടിനീര് ആ സ്വർഗത്തിൽ അല്ലാഹു നൽകുമത്രേ. എന്തിനാണ് ഈ ദുനിയാവിൽ നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിൻ്റെ പേരിലെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠത മനസ്സിലായോ? എത്രണ്ണം പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, എത്ര ശ്രേഷ്ഠതയെ പറഞ്ഞത്. ചെറുതല്ല ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹ് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മുല്ലേരി ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്താ വേഗം എഴുന്നേറ്റ് പോയി എത്രയെങ്കിലും ആയില്ലേ? ഇത് നിസ്സാരമല്ല. 3 അസ്തഗ്ഫിറുല്ലാഹ് ഒരു സംഭവമാണത്. അത് മനസ്സിരുത്തി അങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം പറയുന്ന ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം. എന്തിനാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതെന്തിനാ പറയുന്നത്? قال رسول الله صلى الله عليه وسلم سئل لرسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ് അയ്യുൽ ഔഖാതി അഫ്ളലു ദിൽ ദുആഇ യാ ഹബീബല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യനവന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് നബിയേ? എപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ശ്രേഷ്ഠതയെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജൗഫുൽ ലൈൽ വദുബരി സ്വലാ,
പാതിരാത്രി സമയത്തുള്ള ചോദ്യമാണ്. പാതിരാത്രി സമയത്ത് ഈ ദുആ ചെയ്താൽ ഇജാബത്താണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കേൾക്കുന്നത്, ഏറ്റവും ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ജൗഫുൽ ലൈൽ, രാത്രിയിലുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഇപ്പോൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു കബൂലാക്കട്ടെ. മറ്റൊന്ന് വദുബരി സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥന. സയ്യിദുനാ റസൂലുള്ളാഹി, ഉറക്കെ പറയും സലാത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുബരി സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥന ഭയങ്കരമാണ്. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി ആദ്യം വെക്കുക. കാരണം എന്താ, നമ്മളിലുള്ള പോരായ്മകൾ, ആ നമസ്കാരത്തിലുള്ള വന്ന പാകപ്പിഴവുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അതിനുവേണ്ടിയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സ്വീകാര്യത കൂടുതലാണ്. മലക്കുകൾ നിസ്കാരം കൊണ്ടുവന്നതിനോടൊപ്പം അവൻ്റെ ഈ അമലും കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആ മലക്കുകൾ ആ നമസ്കാരം കൊണ്ടുപോകുമ്പോൾ നീ ചെല്ലുന്ന ദിക്ർ സ്വലാത്തും കൂടി ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകണേ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. അതിനാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. കാരണം കഴിഞ്ഞ ഉടനെ ഓടരുത്, അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ല് വലിയ മഹത്വമാണ്. ഈ ദുനിയാവിലെ 4 നിധികളിൽ ഒരു നിധിയാണെന്ത്, നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നതാകുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നാവ് അങ്ങനെയാണോ? പള്ളി നിസ്കാരം കഴിഞ്ഞ ഉടനെ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് മുല്യാറെ മാംസം തിന്നാണ്. മുല്യാറ് നല്ല ഇറച്ചിയൊക്കെ തിന്നുന്ന ആളല്ലേ, ബീഫും മട്ടനും കരളും റോസ്റ്റും ഒക്കെ അടിക്കുന്നതല്ലേ. അതുകൊണ്ട് മുല്യാറെ ഇറച്ചി കുറച്ച് തിന്നേക്കാം. അതായിരിക്കും ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാമാര് നല്ല ഭക്ഷണമൊക്കെ അട്ടിപ്പാത്രത്തിൽ കഴിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇറച്ചി കുറച്ച് തിന്നാണ്, പച്ച ഇറച്ചി. റോഡിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഉസ്താദുമാരെ കുറിച്ച്, മുത്തല്ലിങ്ങളെ കുറിച്ച്, അങ്ങനത്തെ സജ്ജനങ്ങളെ കുറിച്ച്, അവരെ കുറിച്ചാണ്. കാരണം അവരൊക്കെ നല്ല ഇറച്ചിയാണ്. അതിങ്ങനെ അടിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് എത്ര മോശത്തര ചെയ്യുന്നത്. ദിക്ർ ചെല്ലുന്നവരുണ്ടോ? ദിക്ർ ചെല്ലുന്ന നാവാണോ? അള്ളാഹുവിനെ സ്മരിക്കുവോ? നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചെറുപ്പക്കാരാകുന്ന സഹോദരങ്ങളല്ലേ ചാടി എഴുന്നേറ്റിട്ട് പള്ളിയുടെ ഒരു സൈഡിൽ പോയി ചാരിയിരിക്കുന്നത്. പ്രായമുള്ളവരല്ല, ഏറ്റവും പ്രശ്നം ചെറുപ്പക്കാരൻ. അവരെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക. അവസാനം ഇമാം അങ്ങോട്ട് കൈകെട്ടി റുക്കൂലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് കൈകെട്ടി വേഗം നിൽക്കും. റുക്കൂവും സുജൂദും ഒന്നും പൂർത്തിയല്ല. എന്നിട്ട് പിന്നെ നേരെ പോയി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര സംഭവം എന്തോ അമല് ചെയ്ത പോലെ. തറാവീഹ് കരിക്കുന്ന അമ്മയാണെങ്കിൽ പറയും വേണ്ട. ഓൻ ചാടി എഴുന്നേറ്റ് പോയി പള്ളിയുടെ ഒരു സൈഡിൽ പോകും. കാലൊക്കെ ഒരു പിടുത്തമൊക്കെ ഉണ്ട്, ഭയങ്കര ഒന്ന് മസിൽ പിടിച്ചടാ. ആദ്യമായിട്ടാണ് ഹൈവാൻ 10 മിനിറ്റ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് വേറെ എവിടെങ്കിലൊക്കെ പോയി നിൽക്കുക. ഒരു മാസ്റ്റർ പീസ് കാണാൻ വേണ്ടി മണിക്കൂറുകളെല്ലാം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയ. അവൻ്റെ കാലം ഒരു ഉളുക്കുമില്ല, ഒരു കുഴപ്പമില്ല. തിയേറ്ററിൽ പോയി ക്യൂ നിന്നതിന് ഒരു കുഴപ്പമില്ല. പള്ളിയിൽ വന്നൊരു 10 മിനിറ്റ് ഇങ്ങനെ കൂടെ നിന്നപ്പോൾ കാലിന് ഭയങ്കര വേദന, ബുദ്ധിമുട്ട്. കാരം കഴിഞ്ഞാൽ ഉടനെ പോയി ചാരിയിരിപ്പ്. എന്താണ് ഈ കാണിക്കുന്ന സമൂഹം? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലോ ഞാനീ പറയുന്നത്, വെറുതെ പറയലല്ലോ. ഒരു 15 മിനിറ്റ് മൊത്തത്തിൽ നമസ്കാരത്തിന്റെ സമയത്തും അതിനുശേഷം വരുന്ന ദുആകൾക്കും വേണ്ടി വരുന്ന സമയത്ത് മുസ്ലിമായ സഹോദരൻ അവൻ ആ സമയത്ത് കൃത്യമായി നിസ്കാര പായിലിരിക്കാൻ തയ്യാറാവുന്നില്ല. സ്ത്രീകളാണെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ മോക്കനൊക്കെ ഒന്നൊരു ചൂട് പടച്ചവനെ, വേഗം തന്നെ എല്ലാം അഴിച്ചിട്ടിട്ട് റാഹത്തായിട്ട്. ഇതാണ് അവസ്ഥ. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറണ്ട് പോയി എൻ്റെ പൊന്നോ എന്താ നീ കാണിച്ചത്. പിന്നെ അവിടെ അതും എന്നെ ഭയങ്കര വിഷയമായി. അവൾ കറണ്ട് പോകുന്നതിനിടയ്ക്ക് എത്ര നേരം വിയർത്താലും കുഴപ്പമില്ല, ഇത് കണ്ടിട്ടേ പോവുള്ളൂ. നിസ്കാരത്തിന് വലിയ ബുദ്ധിമുട്ട്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഇത്. എന്താ കാരണം? നമ്മൾ റബ്ബിലേക്ക് ഇഴുകി ചേർന്നിട്ടില്ല. നമ്മുടെ മനസ്സ് ക്ലിയർ അല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ക്ലിയർ ആക്കി എടുക്കണം. അതിനല്ലേ ഇത്തരത്തിലുള്ള വാഴ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മുസ്ലിമായ മനുഷ്യൻ ആരെ പോലെ എന്നറിയുമോ സാബാ? അവൻ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ മുഅ്മിനായ മനുഷ്യൻ ഒരു മീനിനെ പോലെയാണ്. കസ്സമകി ഫിൽ മാ, വെള്ളത്തിലുള്ളതാകുന്ന മീനിനെ പോലെയാണ്. അഥവാ സൈലന്റ് ആണ്. കസ്സമകി ഫിൽ മാ, പള്ളിയിലെ ഒരു മുഅ്മിനിന്റെ അടയാളം പറഞ്ഞാണ് അല്ലാഹുവിന്റെ റസൂൽ. കസ്സമകി ഫിൽ മാ, വെള്ളത്തിലുള്ള മീനിനെ പോലെ. വെള്ളത്തിൽ കിടക്കുന്ന മീനിന്റെ അതിന്റെ ചലനങ്ങളും എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഇങ്ങനെ ഊളിട്ട് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ പോകും അല്ലേ, ആർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് പള്ളിയിലോട്ട് കയറി ചെമ്പാളോ മുമ്പര് വന്നറിഞ്ഞ്. വെള്ളിയാഴ്ച ആണെങ്കിൽ ഇമാമിൻ്റെ നേരെ ഫ്രണ്ട് വന്ന് ഇമാം പ്രസംഗിച്ചുകൊണ്ട് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് നേരെ ഒരു കയ്യട്ടൽ. ഇനി ആരും കാണണ്ട, നമ്മളെ തന്നെ കണ്ടോ, നമ്മൾ വന്നിട്ടുണ്ടെന്ന് അല്ലേ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മുനാഫിഖായ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കൽ ഖഫസി, കൂട്ടിലിട്ടതായ പക്ഷിയെ പോലെ അത്രേ. കൂട്ടിലിട്ട പക്ഷിയെ പോലെ. അവന് സ്വാതന്ത്ര്യം ഇല്ല. ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി, അങ്ങനെ വാതിൽ എവിടെയാ തുറന്നു കിടക്കുന്നത്. നബിയുടെ ഉദാഹരണം നോക്കിയാൽ നബിയാ ഇത് പറഞ്ഞത്. സയ്യിദുനാ റസൂലുള്ളാഹി. കൂട്ടിലിട്ട കിളി, നമ്മൾ പ്രാവിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ട് ഇണങ്ങിയിട്ടില്ല, നേരെ കൊണ്ടുവന്നുകൊണ്ട് ഇട്ടുള്ളൂ. ആ കിളി അങ്ങനെയാണ് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ള ചിന്തയാണ്, വെളിയിലേക്ക് ഇറങ്ങണമെന്നുള്ള വിഭ്രാന്തിയാണ്. ഇതായിരിക്കും മുനാഫിക്കായ മനുഷ്യൻ പള്ളിയിൽ കയറിയാലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ മുനാഫിക്കാണോ അല്ലയോ എന്നുള്ളത് ഈ പദത്തിൽ അങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. വേറെ ഞാൻ പറയുന്നില്ല മുനാഫിക്കാണെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമസ്കാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ പതിപ്പിക്കണം. അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്, ഓർക്കുന്നതിന്, ശുക്ർ ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. നമ്മുടെ നാവ് എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടുകൂടണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാൻ, ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ രണ്ടാം ഖലീഫയാണ്. നമ്മുടെയൊക്കെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി, സഹോദരിമാര് ശ്രദ്ധിക്കാൻ. قال عمر بن الخطاب رضي الله تعالى عنه ما من مصل يصلي إلا وملك عن يمينه وملك عن شماله. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ വലതുഭാഗത്തും അവന്റെ ഇടതുഭാഗത്തും ഓരോ മലക്കുകൾ ഉണ്ടാകുമത്രേ. മുഅ്മിനായ മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവന്റെ വലത്തും ഇടത്തും മലക്കുണ്ട്. നമ്മൾ കാണൂല. മലക്കിനെ എങ്ങനെ പടയ്ക്കപ്പെട്ടത്? പ്രകാശത്താലാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല.